ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികളെ ചേർത്ത് പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ട്രൂ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ ഒത്തുചേരൽ സംഘടിപ്പിച്ചു. രാമനാട്ടുകര ന്യൂയോർക്ക് ഇവന്റ് സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരും കുട്ടികളുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു. ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികളെ ചേർത്ത് പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രൂ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ ഒത്തുചേരൽ സംഘടിപ്പിച്ചത്. രാമനാട്ടുകര ന്യൂയോർക്ക് ഇവന്റ് സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരും കുട്ടികളുടെ കുടുംബാംഗങ്ങളും പങ്കാളികളായി. ട്രൂ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർപേഴ്സൺ ആമിന ജിജു ചടങ്ങിന് നേതൃത്വം നൽകി. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സ്നേഹത്തിലും ദുഃഖത്തിലും പങ്കുചേരുക, അവർക്കൊപ്പം അല്പസമയം ചിലവഴിക്കുക, അവരുടെ മാനസിക ഉല്ലാസത്തിന് വഴി തുറക്കുക എന്നിവയായിരുന്നു ഈ ഒത്തുചേരലിൻ്റെ പ്രധാന ലക്ഷ്യം. വേദിയിൽ വിദ്യാർത്ഥികൾ പാടിയ പാട്ടുകൾക്കൊപ്പം അമ്മമാരും മറ്റുള്ളവരും ആടിപ്പാടി സന്തോഷം പങ്കിട്ടു. ചടങ്ങിൽ പ്രമുഖ സൈക്കോളജിക്കൽ കൗൺസിലറും ഫിസിയോതെറാപ്പിസ്റ്റുമായ തൽഹത്ത് കുന്നമംഗലം, കലാകായിക സാമൂഹിക സാംസ്കാരിക സന്നദ്ധ രാഷ്ട്രീയ മേഖലകളിലെ നിറസാന്നിധ്യമായ കരീം എളമരം, വാഴക്കാട് ഗുഡ് ലൈഫ് ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ സിറാജ് പന്തിരാങ്കാവ്, മനോജ് കുമാർ തൃശൂർ തുടങ്ങിയവർ മുഖ്യാതിഥികളായി സംബന്ധിച്ചു. വരും ദിവസങ്ങളിലും ഭിന്നശേഷി കുട്ടികളുടെ ക്ഷേമത്തിനായി ഇത്തരം വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികളും അറിയിച്ചു. ഞാൻ പരിപാടി പങ്കെടുത്തിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും ഒക്കെ പങ്കെടുത്തു. പക്ഷേ കുട്ടികളുടെ കൂടെ ഒന്ന് ആടിപ്പാടിയത് ആദ്യമായിട്ടാണ്, ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അപ്പം അത് എന്തുകൊണ്ടാച്ചാൽ അത് കൂടാതെ കഴിയില്ല. മക്കളല്ല, വേറെ ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി തന്നെയാണെങ്കിൽ ഞാൻ ആ കൂട്ടത്തിലേക്ക് നിൽക്കില്ല. കാരണം ഇവർ നമ്മളെ ജീവനാണ്. നമ്മളെ ചേർത്ത് പിടിക്കാനും പറയാനും കൂട്ടിപ്പിടിക്കാനും കെട്ടിപ്പിടിക്കാനും ഒക്കെ ധാരാളം ആളുകൾ. ന്യൂസ് ബ്യൂറോ, വാഴക്കാട്.